ആകട്ടെ. ദൈവവചനവുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ ആയുസിന്റെ ദിനങ്ങളിലെ ഈ അസുലഭമായ ഭാഗ്യം ജീവിതത്തിന്റെ പദവിയായി കണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. പ്രത്യേകമായൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. സമാനതകളില്ലാത്ത പ്രതികൂലങ്ങൾ മനുഷ്യ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പ്രത്യേക മാരക രോഗത്താൽ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിൽ നാം വസിക്കുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം അവസരമൊരുക്കിയത് ജീവിതത്തിന്റെ ഭാഗ്യ പദവിയായി നാം കാണണം. നമ്മുടെ ആയുസ്സിൽ പലതിനും നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ മുൻഗണന നൽകേണ്ടതിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്ന് വിലയിരുത്തി ഈ ക്ലാസിന്റെ പ്രാരംഭ സമയം ചിന്തിക്കുക. നമ്മൾ അലസമായി വീട്ടിൽ നിൽക്കുമ്പോൾ ടെലഫോൺ നിർത്താതെ അടിക്കുന്നു. അടിച്ചു കഴിയട്ടെ, അത് കഴിഞ്ഞെടുക്കാം എന്ന് നമ്മൾ ആരും പറയുകയില്ല. പെട്ടെന്ന് തന്നെ നിർത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഫോൺ എടുക്കും. കാരണം അപ്പോഴത്തെ അർജന്റായത് ആ ഫോണിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഉടുത്തൊരുങ്ങി തയ്യാറായി നമ്മളൊരു ഓഫീസിൽ അത്യാവശ്യമായി ഒരാളിനെ കാണുവാനായി പോകുന്നു. ഓഫീസിൽ ചെന്നിരുന്ന് ആ ആളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടെലഫോൺ അടിക്കുന്നു. ഈ സമയത്ത് വീട്ടിൽ അലസമായി കഴിഞ്ഞപ്പോൾ ടെലഫോണിനോട് പെരുമാറിയതുപോലെ അല്ല നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ മുൻഗണന നൽകുന്നത് പ്രാധാന്യമുള്ള ആ കൂടിക്കാഴ്ചയ്ക്കാണ്. ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ഒരല്പ മിനിറ്റുകൾ പ്രാർത്ഥനയിൽ പോലും, ഒരു കുടുംബ പ്രാർത്ഥനയിൽ പോലും ഇരിക്കുവാൻ സമയമില്ലാതെ മറ്റു പല തിരക്കുകളുടെ നടുവിൽ ഓടി നടക്കുന്ന ഹതഭാഗ്യരായ നിരവധി ആളുകളുണ്ട്. പലരും പറയുന്നത് അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പഴയ പാട്ടിന്റെ പല്ലവി വിസ്മരിക്കരുത്. പോയൊരു ദിവസം അതുപോലെ ഈ ഭൂവിലെ വാസവും നീങ്ങിപ്പോവും. നാം ചില നിഴലുകൾ ശേഷിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിനോട് വിട പറയും. ഓരോ ദിവസവും ദൈവം നമുക്ക് ജീവിതത്തിൽ തരുന്നത് ഭാഗ്യമാണെന്ന് ഓർക്കണം. ഒരിക്കൽ ഒരു ദൈവദാസൻ ഡൽഹിയിൽ ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ ടൈം അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ അല്പം പൈസ ലാഭിക്കുക, പണം ലാഭിക്കുക എന്നുള്ളതനുസരിച്ച് ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്തു. കേരളത്തിൽ നിന്ന് അത് ബോംബെയിലെത്തുന്നു, ബോംബെയിൽ നിന്ന് ഡൽഹിയിലെത്തുന്നു. ആ നിലയിലാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. ഏതായാലും കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ഫ്ലൈറ്റ് 4.5 മണിക്കൂർ വൈകി. ആയതുകൊണ്ട് തന്നെ ബോംബെയിൽ എത്തിയപ്പോഴേക്കും ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. പിറ്റേ ദിവസമേ പിന്നെ ആ ഫ്ലൈറ്റ് ഉള്ളൂ, ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളൂ. ആ സാഹചര്യത്തിൽ ബോംബെ എയർപോർട്ടിൽ വിഷണ്ണനായി തന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാഞ്ഞതിന്റെ കുണ്ഠിതത്തോടെ അദ്ദേഹം ഇരിക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിനോട് ദൈവാത്മാവ് ഇടപെട്ടു. ദൈവാത്മാവ് ഇടപെട്ട പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ഭൂമിയിലെ ഫ്ലൈറ്റ് സംവിധാനങ്ങൾക്ക് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതിക്കും ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ ഫിലിപ്പോസിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയുടെ ആ യാത്രയിൽ ആ നിർജ്ജന പ്രദേശത്ത് വെച്ചുള്ള കൂടിക്കാഴ്ച മിസ്സായേനെ. അപ്പോൾ ദൈവത്തിന്റെ ടൈം ഷെഡ്യൂളിന് വേണ്ടി അനുസരണത്തോടെ കാത്തു നിൽക്കുന്നവരാണ് ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും വലിയത് നിത്യതയാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ വചനത്തിനും വചനധ്യാനത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകും. അതെ, ഈ ജീവിതത്തിന്റെ തിരക്കുകൾക്ക് നടുവിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ള ഈ വചനധ്യാനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതിന് നമുക്ക് പ്രാധാന്യം നൽകാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യമാണ് നമ്മുടെ ധ്യാനത്തിന്റെ തലക്കെട്ടായ വേദഭാഗം. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർച്ചയായി നാം ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ശരീരത്തിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രത്യേകത, മരണാനന്തരം ആത്മാക്കളുടെ അവസ്ഥ, ഇങ്ങനെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നരകവും നരകവിധികളും. അതോടൊപ്പം തന്നെ സ്വർഗവും സ്വർഗസിംഹാസനവും. എവിടേക്കാണ് പോകാൻ തുടങ്ങുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോഴാണ് അവിടുത്തെ കുറിച്ചുള്ള ചിന്തയിൽ നമ്മുടെ മനസ്സ് കൂടുതൽ കുളിർമ കൊള്ളേണ്ടത്. ആന്തരികമായി ദൈവിക സ്പർശനമില്ലാതെ
ബാഹ്യമായി മാത്രം ആത്മീയത അഭിനയിക്കുന്ന ഒരു തലമുറയ്ക്ക് നടുവിൽ ആന്തരികമായി ദൈവിക സ്പർശനം അനുഭവിപ്പാൻ ഈ ധ്യാനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ദൈവസിംഹാസനത്തെ സംബന്ധിച്ചാണ്. അതിന് ഇനിയും ചിന്തിക്കുവാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ സ്വർഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് സ്വർഗത്തിലെ വ്യക്തികളുടെ പൊസിഷൻ എന്താണ് എന്നതാണ്. ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരവരുടെ പൊസിഷൻ ഉണ്ട്. ഒരു വീട്ടിൽ ഒരപ്പന് 3 മക്കൾ. ഒരാൾ കളക്ടറാണ്, മറ്റൊരാൾ ഒരു സ്കൂൾ അധ്യാപകനാണ്, വേറൊരാൾ ഒരു കൃഷിക്കാരനാണ്. കവലയിലേക്ക് കളക്ടർ ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തിനുള്ള ആദരവല്ല, അധ്യാപകൻ ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ആദരവ്, അദ്ദേഹത്തിനുള്ള വിലയല്ല, കൃഷിക്കാരനുള്ള വില. അപ്പൊ ഓരോരുത്തർക്ക് പൊസിഷൻ അനുസരിച്ച് ഇവിടെ സ്ഥാനത്ത് വ്യതിയാനങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇതുപോലെ തന്നെ വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തിൽ ആ ഭരണം പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിന്നെ പിൻപറ്റിയില്ലേ, ഞങ്ങളുടെ നിത്യതയിലെ സ്വർഗരാജ്യത്തിലെ, അതാണല്ലോ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പൊസിഷൻ എന്താണ്? ഈ ചിന്ത മനുഷ്യനെ വധിക്കുകയാണ്. ഒരു വേദഭാഗത്തിലേക്ക് തരുണത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മത്തായി സുവിശേഷം 18-ാം അധ്യായം ഒരുപോലെ തുറന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്ത ഊന്നുക, ഒരു പഠന മനോഭാവത്തോടുകൂടെ. 18-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ധ്യാന മേഖലയിൽ പങ്കെടുക്കുന്ന, ഈ സൂം ലൈവിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിലെ വ്യക്തികളുടെ സ്ഥാനം എന്താണ്? ശരിക്കും ഈ ഭൂമിയിൽ മനുഷ്യന് അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളുണ്ട്. 1 ഭക്ഷണം, 2 വസ്ത്രം, 3 പാർപ്പിടം. എന്നാൽ ഈ 3 ആവശ്യങ്ങൾ അടിസ്ഥാനപരമായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ തന്നെയും സ്വതന്ത്ര മനുഷ്യന്റെ മനസ്സിൽ അംഗീകരിക്കപ്പെടുവാനുള്ള മോഹം എന്നൊരു ത്വര മനുഷ്യരിൽ അന്തർലീനമായി കിടപ്പുണ്ട്. അംഗീകരിക്കപ്പെടുവാനുള്ള മോഹം, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാനുള്ള മോഹം എന്നൊരു തുര. അത് ശാസ്ത്ര ലോകത്തിലായാലും, അത് രാഷ്ട്രീയ ലോകത്തിലായാലും, അത് ആത്മീയ ലോകത്തിലായാലും, എല്ലാ മേഖലകളിലും മറ്റുള്ളവരാൽ തങ്ങൾ അംഗീകരിക്കപ്പെടണം, ആദരിക്കപ്പെടണം എന്ന ഒരു വലിയ ത്വര മനുഷ്യരെ ഭരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അത് വ്യത്യസ്തവുമായിരിക്കാം. ചിലർക്ക് ബാഹ്യമായി പ്രകടിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അതിനുവേണ്ടി ഒരു ആഗ്രഹം അവരുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞതുപോലെ കല്യാണവേദിയിൽ എത്തിയാൽ ചെറുക്കന്റെയും പെണ്ണിന്റെയും പൊസിഷനിൽ മാനിക്കപ്പെടണം. ഭവന പ്രതിഷ്ഠയിൽ എത്തിയാൽ ഗൃഹനാഥന്റെ നിലവാരത്തിൽ മാനിക്കപ്പെടണം. സുവിശേഷ യോഗത്തിലെത്തിയാൽ ഗസ്തു പ്രഭാഷകന്റെ നിലവാരത്തിൽ മാനിക്കപ്പെടണം. ശവസംസ്കാര ശുശ്രൂഷയിലെത്തിയാൽ ശവത്തിന് കിട്ടുന്ന മാന്യത എനിക്ക് കിട്ടണം. ഇതാണ് സാധാരണക്കാരനായ മനുഷ്യന്റെ, എല്ലാവരുടെ അല്ലെങ്കിലും പൊതുവെ മനുഷ്യൻ വ്യത്യസ്തമായി പൊസിഷന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ അത് ഈ ഭൂമിയിലെ കാര്യം. നമുക്കറിയാം, യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു ഈ വിഷയം വിശദീകരിക്കുന്നത്. യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത പൊസിഷൻ ഉള്ളവരെ വ്യത്യസ്ത തലത്തിലാണ് ആളുകൾ ആദരിച്ചിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ യഹൂദ മര്യാദയാണ് ആ ആളിന്റെ കാല് കഴുകുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആ ഭാഗം ആവർത്തിക്കുന്നുണ്ട്. ചിന്തിക്കണേ, അവിടെ കയറി വരുന്ന ആളിന്റെ നിലവാരം അനുസരിച്ചാണ് കാല് കഴുകുന്നത് ആരാന്ന് തീരുമാനിക്കുന്നത്. കയറി വരുന്നത് ഈ ഗൃഹനാഥനേക്കാൾ ഉയർന്നവനാണെങ്കിൽ ഗൃഹനാഥൻ തന്നെ ഇറങ്ങിച്ചെന്ന് ആ ആളിന്റെ കാല് കഴുകും. ഇല്ല, കയറി വരുന്നയാൾ ഈ വീട്ടുകാർക്കൊപ്പമുള്ള ആളാണെങ്കിൽ ആ വീട്ടിലെ ദാസനെ വിട്ട് ആ വീട്ടിൽ ആ അതിഥിയുടെ കാല് കഴുകും. ഇനിയും വരുന്നയാൾ ഈ ഗൃഹനാഥനേക്കാളും കുടുംബാംഗങ്ങളെക്കാളും താഴെയാളാണെങ്കിൽ കൽപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, സ്വയം കഴുകിച്ച് കയറി പോകാം. ഇതാണ് യഹൂദന്റെ അവിടുത്തെ സാമാന്യ മര്യാദയുള്ള നില. അപ്പോ സ്ഥാനമാനങ്ങൾ അവിടെ പ്രസക്തമായിരുന്നു. അംഗീകാരവും ആദരവും കിട്ടുക സ്വാഭാവികമായി അവിടെ പൊസിഷൻ അനുസരിച്ചാണ് സ്ഥാനമാനങ്ങൾ. ഇവിടെ നിങ്ങൾ ശിഷ്യന്മാരിലേക്ക് നോക്കുക. കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് പുറകിൽ അവർ വള്ളവും വലയുമായി നടന്ന കടൽ മുക്കുവന്മാരായിരുന്നു. മീൻ നാറുന്ന കൈകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ദേഹത്ത് നിന്ന് പോലും അതനുസരിച്ചൊരു ഗന്ധം പുറപ്പെട്ടിരുന്നു എന്ന് സ്വാഭാവികമായി മീൻ കച്ചവടക്കാരെയും മീനോട് ബന്ധപ്പെട്ടവരെയും നമുക്കറിയാം. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി.
കഴിഞ്ഞ 3.5 വർഷക്കാലം ഗുരുവും ഗുരുനാഥനുമായ കർത്താവ് അവരുടെ സന്തത സാന്നിധ്യം ഏറ്റെടുത്തതോടുകൂടെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് അവർക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നാൽ യേശുവിന്റെ വാക്കുകൾ അമ്പ് പോലെ ചെല്ലുമായിരുന്നു. അവർക്ക് കരം കൊടുക്കേണ്ട സമയം വരുമ്പോൾ കടം വാങ്ങിക്കുന്ന പോളിസിയില്ല. എടുക്ക് ചൂണ്ട കൊണ്ടിട്, സെക്കൻഡുകൾ കൊണ്ട് വെട്ടിവിഴുങ്ങുന്ന മീന്റെ വായി തുറന്നാൽ അതിനകത്തിരിക്കും കൊടുക്കേണ്ട കടത്തിന് ആവശ്യമായ പണം. അപ്പോൾ അത്ഭുത പരതന്ത്രരായി ജനങ്ങൾ ഇവരെ നോക്കി നിൽക്കുകയാണ്. ഇനിയും വിശക്കുന്ന സമയത്ത് 5 അപ്പം കയ്യിൽ കിട്ടിയാൽ അപ്പക്കൂനയാക്കുന്നവനാണ് കൂടെ നിൽക്കുന്നത്. അപ്പോ സാധാരണക്കാരനല്ല, ആ ജനതയെ മുഴുവൻ ഈ 12 പേരടങ്ങുന്ന സംഘം സ്വാധീനിച്ചു കഴിഞ്ഞു. പലസ്തീൻ നാടിനെ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ശുശ്രൂഷ ഇളക്കി മറിച്ചപ്പോൾ അവരുടെ നടുവിൽ അംഗീകാരത്തിന് പാത്രമായത് ശിഷ്യന്മാർ കൂടെയാണ്. 3.5 വർഷം മുൻപ് മീൻ നാർന്ന കൈകളുള്ള, മീൻ ഗന്ധമുള്ള ഇവരുടെ വീടുകളിലേക്കുള്ള ചെലവിന്റെ സ്ഥിതി മാറി. സമൂഹത്തിൽ മാന്യത കൈവന്നു. അപ്പോൾ ഇവർക്ക് വീടുകളിലോട്ട് ചെല്ലുന്ന സമയം സ്വയം കാല് കഴുകി കയറുന്ന ആ സാധാരണക്കാര് കയറി വരുന്ന ബഹുമാനമില്ലേ, അതുപോരാ. കുറെ കൂടി ഇവർക്ക് അംഗീകാരവും ആദരവും വേണം. ഇനിയും പോട്ടെ, സ്തോത്രം, ഇവിടുത്തെ കാര്യം ഇത്. എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട വിഷയം നിത്യത എന്ന ആ ദൈവരാജ്യ ഭരണത്തിൽ ഞങ്ങളുടെ പൊസിഷൻ ഏതാണ്? അങ്ങക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞങ്ങളുടെ പൊസിഷൻ ഏതാണ്? കണ്ടോ, അവരുടെ തല പുകയുകയാണ്. എന്തിനു വേണ്ടിയാണ്? വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ഭരണം പങ്കുവയ്ക്കുമ്പോൾ ഏത് സ്ഥാനത്താണ് ഞങ്ങൾ ഓരോരുത്തരും എത്തി നിൽക്കുക എന്ന സ്ഥാനമോഹം, അധികാരക്കൊതി, അംഗീകരിക്കപ്പെടാനുള്ള ത്വര ഇവരുടെ മനസ്സിൽ ഉയരുകയാണ്. യേശുവിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകത ഞാൻ പറയാം. യേശുവിന്റെ പഠിപ്പിക്കൽ മുഴുവൻ പ്രതീകങ്ങളെ കാണിച്ചുകൊണ്ടുള്ള പഠിപ്പിക്കലാണ്. വലയുടെ ഉപമ, വിതയ്ക്കുന്നവന്റെ ഉപമ, മുന്തിരിവള്ളിയുടെ ഉപമ, ഇങ്ങനെ ഉപമകൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ സാധാരണക്കാരന് നിത്യജീവിതത്തോടെ ഏറെ ഇഴയെടുപ്പമുള്ള വിഷയങ്ങളെ വെട്ടിയെടുത്ത് അതിലേക്ക് നിത്യതയുടെ ആശയങ്ങൾ വരച്ച് കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് വരച്ചു കൊടുക്കുന്ന ഇതുപോലൊരു ഗുരുവിനെ ചരിത്രം കണ്ടിട്ടില്ല. യേശു ഒരു പ്രതീകം എടുക്കാൻ തുടങ്ങുകയാണ്. അവരുടെ നടുവിൽ നിന്നും ഒരു ശിശുവിനെ പിടിച്ച് അവരുടെ മുൻപിലോട്ട് നിർത്തി. ശിശുവിനെ പിടിച്ച് മുൻപിലേക്ക് നിർത്തിയതിനു ശേഷം യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. തിരിയുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആശയത്തെ നേർ വിപരീത ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ചിന്താഗതി വെച്ച് പുലർത്തിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിത്യതയിൽ നിങ്ങൾ എത്തുമെന്നാണോ? സ്വർഗരാജ്യത്തിൽ പൊസിഷൻ പങ്കുവെക്കുന്ന കാര്യം രണ്ടാമതെടുക്ക്. ഈ നിലയിലുള്ള മാനസിക അവസ്ഥ നിങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോയാൽ സ്വർഗരാജ്യത്തിൽ തന്നെ നിങ്ങൾ കടക്കുകയില്ല, അങ്ങോട്ട് പോകുക പോലുമില്ല. അപ്പോ യേശു ക്രിസ്തു ശിശുവിനെ പ്രതീകമാക്കി എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ ചിന്തകൾ എത്ര ഗാഢമാണ്. യേശു പറയുകയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ മാറ്റിപ്പണിയണം, നിങ്ങളുടെ ചിന്താഗതികളെ നിങ്ങൾ ഉടച്ചു വാർക്കണം. നിങ്ങളുടെ ഈ മാനസിക അവസ്ഥ, നിത്യത നിങ്ങളെ തകർത്ത് കളയും. ഒരിക്കൽ പോലും നിങ്ങൾ നിത്യതയിൽ പോകില്ല. കാരണം നിങ്ങളുടെ സ്വഭാവത്തിന് ആഴമായ വ്യതിയാനം സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടന്നിട്ടല്ലേ സ്ഥാനം, അവിടെ കടക്കുക പോലുമില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും അന്യഭാഷ പറഞ്ഞാലും വ്യക്തി ജീവിതത്തിലെ സ്വഭാവ മാറ്റം അതിലും ഗൗരവമായി യേശു പരിഗണിക്കുകയാണ്. എന്താണ് ശിശുവിന്റെ പ്രത്യേകത? അവൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. എന്താ ശിശുവിന്റെ പ്രത്യേകത? ശിശുവിന്റെ പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകത പറയാം. ശിശുവിന് ആരോടും പകയും പിണക്കവും വൈരാഗ്യവും ഇല്ല. ശിശുവിന്റെ നൈർമല്യ ഹൃദയം. അതിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആ സമയം അത് കരയും. കുറച്ചു നേരം കരഞ്ഞിട്ട് അതിനോട് സ്നേഹഭാവം കാട്ടിയാൽ അത് മോണ കാട്ടിച്ചിരിക്കും. പക വെച്ചു പുലർത്തുന്ന ഒരു ഹൃദയം ശിശുവിനില്ല. ഇനിയും ശിശുവിനെ ഒരു പൊസിഷൻ നൽകി ആദരിച്ചില്ലെങ്കിലും ശിശുവിന് യാതൊരു പ്രതികരണ വേദനയുമില്ല. പ്രത്യേക അംഗീകാരമൊന്നും ശിശു ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനെ മാതാപിതാക്കളെ അത് ജീവന് തുല്യം ആശ്രയിക്കുകയാണ്. ശിശുവിന്റെ ഏറ്റവും വലിയ മനോഭാവം അവന്റെ ആശ്രയ മനോഭാവമാണ്. ആ കുഞ്ഞിന്റെ ആശ്രയ മനോഭാവമാണ്. അപ്പോൾ
സ്ഥാനത്തിന് വേണ്ടി കൊതിക്കാത്ത ശിശുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തലത്തിലെത്തിയില്ലെങ്കിൽ അതിന്റെ വൈരാഗ്യം പുലർത്തുമെന്ന മാനസികാവസ്ഥ ജീവിതത്തിൽ വെച്ചു പുലർത്താത്ത ശിശുവിന്റെ ഹൃദയം. ആരോടും പക പുലർത്താൻ മനസ്സിനകത്ത് പക വെച്ചു പുലർത്താത്ത ശിശുവിന്റെ ഹൃദയം. അപ്പോൾ തന്നെ ഒരു വ്യക്തി വേദനിപ്പിച്ചാൽ കരയുമെങ്കിലും വീണ്ടും മോണകാട്ടി ചിരിക്കുന്ന, പെട്ടെന്ന് ക്ഷമിക്കുന്ന മനോഭാവമുള്ള ശിശുവിന്റെ ഹൃദയം. തന്റെ രക്ഷിതാക്കളെ പൂർണ്ണ ആശ്രയത്തോടെ കാണുന്ന ശിശുവിന്റെ ഹൃദയം. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വെളിപ്പെടേണ്ട സ്വഭാവ മാറ്റം വേദശാസ്ത്രം മനഃപ്പാഠമാക്കുകയല്ല. 31,173 വാക്യങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കി ചൊല്ലാൻ നന്നായി അറിയാമെങ്കിലും മനസ്സിന് മാറ്റം വന്ന് ശിശുതുല്യമായ മാനസികാവസ്ഥയിലേക്ക് മാറിയില്ലെങ്കിൽ നിത്യത പോലും നിനക്ക് കൈവിട്ടു പോകും. യേശു ഉറപ്പിച്ചു പഠിപ്പിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തെ നമുക്ക് ആഴത്തിൽ ഒന്ന് പരിശോധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും യേശുവിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒന്ന് കടന്നു പോവുക. യേശു ആരായിരുന്നു? അവന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ തലം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഇനിയും തകർച്ച പറ്റിയ ചിലരെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. നമുക്കിവിടെ പുകഴാൻ എന്താണുള്ളത്? വെറും മൺപൊടികളല്ലേ നമ്മൾ. 335 ഗ്രാം തൂക്കം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു പമ്പ്, ഇടനെഞ്ചിൽ നിന്ന് ഇടപെടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റിൽ 72 തവണ. അങ്ങനെയാണെങ്കിൽ 70 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് കോടി 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 കണക്കിന് തവണ ഇത് ചങ്കിൽ ഇടിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഗാഠമായി ഉറങ്ങിയപ്പോഴും നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു വേള, ഒരു സെക്കൻഡ് ആ പമ്പിങ് ഒന്ന് പണിമുടക്കിയിരുന്നെങ്കിൽ മണ്ണിലേക്ക് മടക്കയാത്ര നടത്താൻ നിന്റെ ബോഡി മോർച്ചറിയിൽ കാത്തിരിക്കുമായിരുന്നു. ഒരു വലിയ നിലവാരമൊന്നും നമുക്ക് പറയാനില്ല. മൺപൊടികളാണ് നമ്മൾ. എപ്പോൾ വേണമെങ്കിലും ഈ ശ്വാസം തിരിച്ചു വിളിക്കപ്പെടാം. അതുകൊണ്ട് സ്ഥാനത്തിന്റെയോ പിണക്കിന്റെയോ വൈരാഗ്യത്തിന്റെയോ പകയുടെയോ മനസ്ഥിതി ഹൃദയത്തിൽ കരുതുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിത്യത പോലും നമ്മിൽ നിന്ന് കൈവിട്ടു പോകുമെന്നല്ലേ. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പ്രത്യേക വിഷയം വയ്ക്കട്ടെ. നമുക്കറിയാം, വീഴ്ച പറ്റിയ ലൂസിഫറിന്റെ പതനത്തിന്റെ നില നിങ്ങൾക്കറിയാമോ? ആ പതനം ദൈവസിംഹാസനത്തെ ചിറക് വിടർത്തി മറച്ച കെരൂബ്. അവിടെ നിന്ന് അവൻ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായി ആകാശമണ്ഡലത്തിലേക്ക് താണു. ഒന്നാമത്തെ താഴ്ച. അവിടെ നിന്ന് വെളിപ്പാട് 12 പറയുന്ന യുദ്ധം നടക്കുമ്പോൾ സ്വർഗത്തിലെ സൈനിക തലവന്റെ നേതൃത്വത്തിൽ വെട്ടേറ്റ് അവൻ ഭൂമിയിലേക്ക് താഴും. രണ്ടാമത്തെ താഴ്ച. അവിടെ നിന്ന് അവൻ 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ ചങ്ങലയിടപ്പെടും. മൂന്നാമത്തെ താഴ്ച. അവിടെ നിന്നവൻ അന്തിമ വിധി കഴിയുമ്പോൾ അഗ്നിപ്പൊയ്യ എന്ന കത്തുന്ന ഭീകര തീപ്പൊയ്യയിലേക്ക്, ആ അഗ്നി തടാകത്തിലേക്ക്, ഗന്ധക പൊയ്യയിലേക്ക് വലിച്ചെറിയപ്പെടും. നാലാമത്തെ താഴ്ച. നിങ്ങൾ നോക്കിക്കിയ താഴ്ച എത്രയുണ്ടെന്ന്. സ്വർഗത്തിൽ നിന്ന് താണു ആകാശമണ്ഡലം വരെ. ഇന്ന് ആകാശത്തിന്റെ അധികാരിയായി നിൽക്കുകയാണ്. ഇനി അധികം താമസിക്കാതെ അവിടുന്ന് താഴും ഭൂമി വരെ. ദൈവത്തിന്റെ ദൂതന്റെ വെട്ടേറ്റ് രണ്ടാമത്തെ താഴ്ച. അവിടുന്ന് ദൈവത്തിന്റെ ദൂതൻ 1000 ആണ്ടേക്ക് അഗാധകൂപത്തിൽ ചങ്ങലയിടുമ്പോൾ അഗാധകൂപം, അടികാണാ കുഴി, അതിലേക്ക് താഴും. അവിടെ നിന്ന് അഗ്നിപ്പൊയ്യയിലേക്ക് താഴും. സ്വർഗസിംഹാസനത്തിൽ നിന്ന് താണ് 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 അഗ്നിപ്പൊയ്യ വരെ താണു. എന്താ കാര്യം? ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതന്റെ സിംഹാസനത്തിന് മീതെ എന്റെ സിംഹാസനം വയ്ക്കും. സ്വയം ഉയരാൻ കൊതിച്ചവനെ ദൈവം താഴ്ത്തി 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 തകർത്ത് താഴ്ത്തി. എന്നാൽ ഫിലിപ്പ് ലേഖനത്തിൽ മറ്റൊരുവരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മനുഷ്യരിൽ അവൻ ഏറ്റവും താണു. എവിടെ വരെ താണു? അന്ത്യത്താഴ സമയം, കാല് കഴുകുന്ന സമയത്ത് ഗ്രഹനാഥന് തുല്യരായവൻ ഗ്രഹനാഥനോട് ബന്ധപ്പെട്ട തലത്തിലുണ്ടെങ്കിൽ, കയറി വരുന്നത് ആ വില കൊടുക്കുന്നവനാണെങ്കിൽ
ആ ഗൃഹനാഥൻ ഇറങ്ങിച്ചത് കാല് കഴുകണം. ഇല്ല, കയറി വരുന്നത് അല്പം താണവനാണെങ്കിൽ വീട്ടിലെ ദാസനെ കൊണ്ട് കാല് കഴിക്കാം. കുടുംബത്തിന്റെ നിലയിൽ നിന്നും താണയാളാണെങ്കിൽ സ്വയം കാല് കഴുകാം. എന്നാൽ ആ 12 പേരുടെ മധ്യത്തിൽ ഏറ്റവും വലിയവൻ, ഇക്കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ തേജസ് അണിഞ്ഞ ഏകപുത്രൻ, സ്തോത്രം, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ അതാ ഉടുപ്പൂരി മാറ്റി, ദൈവത്വത്തിന്റെ പുതപ്പ് നിത്യതയിൽ ഊരി മാറ്റിയതിന് തുല്യം അവൻ ആ ഉടുപ്പൂരി മാറ്റി മനുഷ്യത്വത്തിന്റെ ഒരു തോർത്തെടുത്തങ്ങ് കെട്ടി ഒരടിമയെ പോലെ പാത്രത്തിൽ വെള്ളം പകർന്ന് പലസ്തീന്റെ മണ്ണിലൂടെ നടന്ന ശിഷ്യന്മാരുടെ പൊടി പിടിച്ച പാദങ്ങൾ കഴുകുമ്പോൾ അവൻ താണത് നമ്മെ ഉയർത്താനായിരുന്നെങ്കിൽ തിരിച്ചറിയുക, ആ താഴ്മയിൽ നിന്നാണ് ഉയർച്ച വരുന്നത് എന്ന് യേശു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അഹന്തയിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് പായണം. ശിശുതുല്യമായ മാനസികാവസ്ഥയാണോ, അതോ പക പുലർത്തുന്ന സ്ഥാനത്തിന് വേണ്ടി, വൈരാഗ്യത്തിന് വേണ്ടി, കോപത്തിന് വേണ്ടി, പകയ്ക്ക് വേണ്ടി ജഡ സ്വഭാവത്തെ ആധിപത്യം പുലർത്താൻ കയറൂരി വിട്ട നേച്ചറാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഇല്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്ക പോലുമില്ല. ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? ആർക്കാണ് ചെറിയവനാകാൻ കഴിയുക? ശ്രദ്ധിച്ചു കേൾക്കണേ. ആർക്കാണ് ചെറിയവനാകാൻ കഴിയുക? വലിയവർക്ക് മാത്രമേ. മനസ്സുകൊണ്ട് വലിയവനെ ചെറിയവനാകാൻ കഴിയൂ. മനസ്സുകൊണ്ട് വലിയവൻ മാത്രമേ ചെറിയവനാകൂ. ഒരിക്കൽ അമേരിക്കയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് 4 പട്ടാളക്കാർ ഒരുമിച്ച് ഒരു വണ്ടിയിലേക്ക് ഒരു തടി കയറ്റാൻ പരിശ്രമിക്കുകയാണ്. ഈ സമയം അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. അതുവഴി ഒരു കുതിരക്കാരൻ വന്നു. ആ കുതിരക്കാരൻ അതിന്റെ ലീഡറായിരിക്കുന്ന, ആ ടീമിന്റെ ലീഡറായിരിക്കുന്ന പട്ടാളക്കാരനോട് ചോദിച്ചു, താങ്കൾക്കൊന്ന് സഹായിച്ചാൽ കൂടെ? അവർ എന്ത് കഷ്ടപ്പെടുന്നു? അപ്പോൾ ആ ലീഡർ പറഞ്ഞു, എന്റെ ഉത്തരവാദിത്വം അതല്ല, ഞാൻ ഈ ടീമിന്റെ ലീഡറാണ്, അത് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. പെട്ടെന്ന് ഈ കുതിരക്കാരൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഈ പട്ടാളക്കാരെ തടി കയറ്റാൻ സഹായിച്ചു. തടി വണ്ടിയിൽ കയറി. താങ്ക്സിന് പോലും നിൽക്കാതെ വേഗം അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ഓടിച്ചുപോയി. അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം ആ പട്ടണത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിംഗ്ടൺ എന്ന പ്രസിഡന്റിനെ ആ നാട്ടിൽ സ്വീകരണം കൊടുക്കുന്ന ചടങ്ങാണ്. ഈ പറഞ്ഞ പട്ടാളക്കാരും പട്ടാളക്കാരുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ അഥവാ ലീഡറും അവിടെയുണ്ട്. സ്റ്റേജിലേക്ക് വന്ന് കയറി നിൽക്കുന്ന പുതിയ പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഈ ടീം ലീഡറിന്റെ ഉള്ളിൽ ഒരു കത്തൽ. മറ്റാരുമായിരുന്നില്ല, ഇന്നലെ പട്ടാളക്കാരെ തടികേറ്റാൻ സഹായിച്ച കുതിരക്കാരനാണ് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ചെറുതാകാൻ കഴിയുക? മനസ്സുകൊണ്ട് വലുതായവന് മാത്രമേ ഹൃദയം കൊണ്ട് ചെറുതാകാൻ പറ്റൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബേത്ലഹേം എന്ന പേരിന്റെ അർത്ഥം എന്താണ്? അപ്പത്തിന്റെ ഭവനം. യേശു ജനിച്ചത് എവിടെയാണ്? ബേത്ലഹേമിൽ. എന്തുകൊണ്ട് യേശു ബേത്ലഹേമിൽ ജനിച്ചെന്നറിയാമോ? ജീവന്റെ അപ്പമായി തീരേണ്ടതിന് അവൻ ബേത്ലഹേമിൽ തന്നെ ജനിക്കണം. ആ ബേത്ലഹേമിൽ അവൻ താഴുകയാണ്. അവൻ കിടന്ന സ്ഥലം എവിടെയാണ്? ഹേരോദാസിന്റെ കൊട്ടാരത്തിലെ റാണിമാരുടെ പട്ടുമെത്തയിലല്ല അവൻ കടന്നത്. അവൻ കിടന്ന സ്ഥലം കാലിത്തൊഴുത്തിലെ, പുൽത്തൊഴുത്തിലെ ആ പ്രത്യേക സ്ഥലം. നിങ്ങളൊക്കെ പശുവിനെ വളർത്തിയിട്ടുള്ളവരല്ലേ? ഞങ്ങളുടെ വീട്ടിലും എത്രയോ വർഷങ്ങൾ വളർത്തിയ പശ്ചാത്തലം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പശുവിന്റെ കാലിത്തൊഴുത്തിലെ ആ പൊസിഷൻ കണ്ടിട്ടുണ്ടോ? വീണ്ടും ചവയ്ക്കുന്ന സമയം ഇതിന്റെ വായിലൂടെ ഒരു ദ്രാവകം ഒഴുകും. അത് അധികം വരുന്ന പുല്ലിലേക്ക് വീണിട്ട് ആ പശുവിന്റെ വായിൽ നിന്ന് വരുന്ന സലൈവയും പുല്ലും ചേർന്ന ഒരു ഗന്ധം ഉയരുന്ന തൊഴുത്ത്. ആ പുൽത്തകിടിയിൽ, ആ പുൽക്കൂട്ടിൽ, ആ പശുവിന്റെ വായിൽ നിന്ന് ഒഴുകുന്ന ആ പ്രത്യേക രസവും ആ ദുർഗന്ധം വമിക്കുന്ന ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ഒക്കെ നിലയിൽ കിടന്ന് കൈകാൽ ചുരുട്ടി പിടയ്ക്കുന്ന ആ ശിശുവാരാണ്? ഈ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി, മഹാദൈവത്തിന്റെ ഏകജാതൻ. അവൻ താഴുകയാണ്, താഴുകയാണ്, താഴുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫിലിപ്പിയ ലേഖനം പറയുന്നു, ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി.
ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ തീർന്നിട്ടില്ല. ഇനി ഒരു ദിവസം വരുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിന്റെ മുൻപിൽ മടങ്ങുകയും സകല നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിന്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അതെ, അവൻ താണു 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 പുൽത്തൊഴുത്ത് വരെ, അല്ല, ക്രൂശിലെ ഭീകര പീഡ വരെ താണു. ദൈവനെ ഏറ്റവും ഉയർത്തി 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 പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തിച്ചു. ഒരാത്മപരിശോധന ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ അവസാന മിനിറ്റുകൾ ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിൽ കുറിക്കൊള്ളുക. ഹേരോദാസിന്റെ കൊട്ടാരവും ബേദലഹേമിലെ പുൽത്തൊഴുത്തും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഒരിക്കൽ കൂടെ ഇത് അടിവരയിട്ട് കേട്ടുകൊള്ളുക. ഹേരോദേസിന്റെ കൊട്ടാരവും ബേദലഹേമിലെ പുൽത്തൊഴുത്തും തമ്മിൽ ഒത്തിരി അകലമുണ്ട്. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനത്തിലെ ശ്രദ്ധേയമായ വാക്യം ഈ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഒരുപക്ഷെ ദൈവം ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. വിശ്വസ്തയോടെ അത് നിറവേറ്റുക, സത്യസന്ധനായിരിക്കുക. എന്നാൽ മനസ്സിൽ മറ്റൊരാളിനോടും പക പുലർത്താത്ത ശിശു തുല്യമായൊരു നിഷ്കളങ്ക ഹൃദയം സൂക്ഷിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് സ്വപ്നമായി മാത്രം കാണാം. ഇന്ന് രാത്രി ഈ ദൂതിന് മുൻപിൽ എന്റെ ദൈവമേ, എന്റെ ജീവിതത്തെ ഞാൻ ആത്മപരിശോധന ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതം നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ ഒരാത്മീയ നിലവാരം പുലർത്തത്തക്ക വിധത്തിൽ എന്റെ നില സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, രണ്ട് കരങ്ങളൊന്ന് മലർത്തിപ്പിടിച്ചാട്ടില്ല. ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഇടത്തും വലത്തും ഇരിക്കുന്നവരൊക്കെ മറക്കുക. മുൻപിലും പുറകിലും ഇരിക്കുന്നവരെയോ കുടുംബാംഗങ്ങളെയൊക്കെ മറക്കുക. ആ രണ്ട് കൈകൾ മലർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് ഹൃദയം തുറന്നൊന്ന് പറയുക. കർത്താവേ, ശിശു തുല്യമായ ഒരു ഹൃദയത്തിന്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ. മനുഷ്യന്റെ ഉയർച്ചയുടെ പടി എന്താണ്? മനുഷ്യനെ ഉപയോഗിച്ച് 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 അതിലൂടെ ഉന്നതങ്ങളിലേക്ക് പറന്നു കയറുന്ന അവസ്ഥ. എന്നാൽ ക്രൂശിന്റെ വഴി, നിത്യതയുടെ വഴി, സ്വർഗരാജ്യത്തിന്റെ വഴി എന്താണ്? കാല് കഴുകി കാല് കഴുകി കാല് കഴുകി നിത്യതയിൽ വലിയവനാകുക. ഇവിടെ ഉയരുവാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിത്യത തള്ളപ്പെടുമെന്നും ഇവിടെ താഴുവാൻ വേണ്ടി മനസ്സിനെ ഒരുക്കി കൊടുത്താൽ നിത്യതയിൽ മാനിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിഷ്കളങ്കമായ ശിശുതുല്യമായ ഹൃദയത്തിന്റെ ഉടമയായി പക പുലർത്താത്ത ഒരു മാനസിക അവസ്ഥയിൽ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ രണ്ട് കൈകളും മലർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു വാപ്പോലും മൗനമായി നിൽക്കരുത്. ദൈവമേ, എത്ര ചെറിയവനാകണമോ അത്രയും ചെറിയവനാകേണ്ടതിന് എന്റെ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാൻ, നിത്യതയെ വലുതായി കാണത്തക്ക വിധം ജീവിതത്തെ ക്രമീകരിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ. ഒരു ശിശുവിന് വൈരാഗ്യമില്ല, പകയില്ല, ശത്രുതയില്ല, മനസ്സിൽ കോപഭാവങ്ങളില്ല, വികാര പ്രകടനങ്ങൾ ഉണ്ടെങ്കിലും ആ ശിശു നിഷ്കളങ്കമായി മോണ കാട്ടി അടുത്ത മിനിറ്റിലും സ്നേഹിക്കാൻ ചെന്നാൽ ചിരിച്ചു കാട്ടും. അതാണ് ശിശുവിന്റെ ഹൃദയ നൈർമല്യം. ഇന്ന് രാത്രി ഈ ദൂതിന് മുൻപിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു നിർത്തട്ടെ. പോയൊരു ദിവസം അതുപോലെ ഈ ഭൂവിലെ വാസവും നീങ്ങിപ്പോകും. കെമിസ്ട്രി പഠിക്കുന്നത് പോലെ, ഫിസിക്സ് പഠിക്കുന്നത് പോലെ, ബയോഗ്രഫി അതേ വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കരുത്. സ്വഭാവ മാറ്റമാണ് ബൈബിൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കർത്താവേ, നിത്യതയിൽ എന്റെ ജീവിതം ഉയരത്തക്ക വിധം ഈ ഭൂമിയിൽ ധന്യമായ ഒരു നിഷ്കളങ്ക ജീവിതം നയിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ ലൈവിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈമാറുകയാണ്. സമർപ്പണത്തിനായി ദൈവശക്തി അവരുടെ മേൽ ഈ പ്രത്യേക സമയം വ്യാപരിക്കട്ടെ. നിത്യതയിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരേണ്ടതിന് ഭൂമിയിൽ താഴ്മയുടെ ഭാവം ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ശിശുതുല്യമായ നിഷ്കളങ്കത ജീവിതത്തിൽ നിലനിർത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി കൃപ പകരണമേ. യേശുവിൻ